ബഹുമാന്യരായ ദേശവികാസികളെ, പ്രിയമുള്ള സഹോദരന്മാർ, അല്പസമയം നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയത്തേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി പറയുവാനുള്ളത്, ഇന്ന് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെയേറെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്നും നമുക്കറിയാവുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അവരെ അതിൽ നിന്ന് തടയുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതായ അത്തരം പ്രവർത്തികൾക്ക് നാം ഒരിക്കലും കൂട്ടുനിൽക്കുകയും അരുത് എന്ന ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മയക്കുമരുന്ന് ഒരു മനുഷ്യനെയും യാതൊരു തരത്തിലും രക്ഷിക്കുകയില്ല. എന്നാൽ മയക്കുമരുന്ന് മനുഷ്യന് സർവനാശം വരുത്തുന്ന ഒന്നാണ് എന്ന് നാം പത്രങ്ങളിലും മറ്റു മീഡിയകളിൽ കൂടിയൊക്കെയും ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ അനേക യുവാക്കളും അതുപോലെ തന്നെ ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും മയക്കുമരുന്നിന് അടിമയായി തീർന്നിരിക്കുന്നു എന്ന് നാം അറിയേണ്ടതുണ്ട്. അപ്രകാരമുള്ള പ്രവർത്തികളിൽ നാം ഒരിക്കലും ഏർപ്പെടരുത് എന്ന പ്രാർത്ഥനയോടെ അപേക്ഷയോടെ അല്പസമയം തിരുവചനത്തെ കൊണ്ട് സംസാരിക്കും. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 3 പേരെ കാണുവാൻ കഴിയും. ബാബേൽ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്ത് നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് യെരുശലേമിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ മനുഷ്യന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 3 ബാലന്മാരായിരുന്നു അവർ. എന്നാൽ അവർ വളരെ ബുദ്ധിയുള്ളവരും എല്ലാ കാര്യത്തിനും നല്ല കഴിവുള്ളവരുമായിരുന്നതിനാൽ രാജാവ് അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവിടുത്തെ കാര്യസ്ഥന്മാരോട് പറയുകയും അവരപ്രകാരം അവരെ ശ്രദ്ധിക്കുകയും ചെയ്തു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കഴിവുകൾ അവിടെ വളരെ പ്രശസ്തമായി. മറ്റുള്ളവരെക്കാളൊക്കെയും ബുദ്ധിയും സാമർഥ്യവും ഓരോ കാര്യങ്ങളിലും വളരെയേറെ താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുമായത് കണ്ടപ്പോൾ രാജാവിന് അവരോട് വളരെ സ്നേഹം തോന്നിയിട്ട് അവരെ പ്രത്യേകം തന്നെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന മറ്റ് ആൾക്കാർക്ക് അവരോട് അസൂയ തോന്നിയപ്പോൾ ഇപ്രകാരം അവിടെ ഒരു നിയമം രാജാവിനെ കൊണ്ട് എഴുതി ഉണ്ടാക്കിക്കുവാൻ കാരണമാണ്. ആ നിയമം ഇപ്രകാരമായിരുന്നു: രാജാവ് 60 മുഴം പൊക്കമുള്ള ഒരു സ്വർണ്ണ ബിംബത്തെ അവിടെ നിർത്തിയിട്ട്
ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ 6 വാദ്യോപകരണങ്ങൾ ഇവിടെ മുഴക്കുമ്പോൾ സകല മനുഷ്യരും രാജാവ് നാട്ടിയിരിക്കുന്നതായ ഈ ബിംബത്തിന് മുന്നിൽ വീണ് കിടന്നതിനെ നമസ്കരിക്കണം എന്നായിരുന്നു രാജാവിൻ്റെ ഉത്തരവ്. ഇതിന് കാരണം, ഇപ്രകാരം പറയുവാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ 3 ചെറുപ്പക്കാരായ ഇവർ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരും വലിയ കഴിവുള്ളവരുമായിരുന്നു. ആയതിനാൽ ഇവരെ നശിപ്പിക്കുവാൻ വേണ്ടി മറ്റുള്ളവർ ഗൂഢാലോചന നടത്തിയ ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് ഇപ്രകാരം രാജാവ് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഇവരെ അറിയിക്കുകയും ചെയ്തത്. കാരണം ഇവരൊരിക്കലും രാജാവിനെ അനുസരിക്കുകയില്ല എന്ന് മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ രാജാവിനെ അനുസരിക്കാതിരിക്കുന്ന മനുഷ്യരെ കൊന്നുകളയുവാൻ, അല്ലെങ്കിൽ അവരെ തീച്ചൂളയിലിട്ട് കളയുവാൻ ആണതിന് ഉള്ള മറുപടി. അപ്പോൾ രാജാവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ ഇവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എടുത്തെറിയും എന്ന് ആ ഉത്തരവിലുണ്ട്. എന്താണെങ്കിലും രാജാവ് വാദ്യോപകരണങ്ങളൊക്കെയും മുഴക്കിയപ്പോൾ ഇവർ 3 പേരും രാജാവിനെ അനുസരിച്ചില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, നിയമത്തിന് മാറ്റമൊന്നും വരുത്തുവാൻ പറ്റുകയില്ല. ആയതിനാൽ ഇവരെ 3 പേരെയും എരിയുന്ന തീച്ചൂളയിലേക്ക് എടുത്തെറിയുവാൻ പറഞ്ഞു. അപ്പോൾ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് എടുത്തെറിയുകയും അവരെ എറിഞ്ഞവർ ആ സമയത്ത് തന്നെ ഭസ്മമായി അല്ലെങ്കിൽ കത്തിത്തീർന്നു പോവുകയും ചെയ്തപ്പോൾ 3 പേരെ തീച്ചൂളയിൽ എറിഞ്ഞെങ്കിൽ 4 പേര് തീച്ചൂളയ്ക്കകത്തുകൂടി നടക്കുന്നതായി രാജാവിന് കാണുവാൻ കഴിയും. അവർ 3 പേരും ജീവനോടെ കരയ്ക്ക് കയറിയപ്പോൾ രാജാവ് അവരെ പരിശോധിച്ചപ്പോൾ അവരുടുത്തിരുന്ന വസ്ത്രത്തിനോ അവരുടെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും ഒരു കേടും പറ്റിയുമില്ല. അവരെ എടുത്ത് തീച്ചൂളയിലേക്ക് എറിഞ്ഞവർ ദഹിച്ചു പോകുകയും ചെയ്തു. അന്ന് രാജാവ് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളുടെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് രാജാവ് പറയുവാൻ ഇടയായിത്തീരുന്നു. ഞാനിവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ, വിശ്വാസത്തെ പറ്റിയാണ്. അവർ 3 പേരും പറഞ്ഞത് രാജാവിനോട് ഇപ്രകാരമായിരുന്നു: രാജാവ് തീച്ചൂളയിൽ എറിഞ്ഞാലും ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും രാജാവ് പറഞ്ഞ ഈ കാര്യം ഞങ്ങൾ ചെയ്യത്തില്ല എന്നവർ തീർത്ത് പറയുവാനിടയായി. അപ്പോൾ അവരുടെ വിശ്വാസം അത്ര വലുതാണ് ദൈവത്തിലുള്ളത്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞ കാര്യം. ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രധാന ശിഷ്യനായ പത്രോസ് ഒരു ദിവസം രാത്രി വളരെ വൈകിയപ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ വള്ളത്തിൽ കയറി അല്ലെങ്കിൽ പടകിൽ കയറി അവർ കടലിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ യേശു കടലിൻ്റെ മീതെ നടന്നു വരുന്നത് അവർ കണ്ടു. അവരാദ്യം ഭയപ്പെട്ടുപോയി. എന്നാൽ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് ചോദിക്കുവാനിടയായി. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നീ ക്രിസ്തുവെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വരുവാൻ കൽപ്പിക്കണമേ എന്ന് പത്രോസ് യേശുവിനോട് പറയുവാനിടയായി. യേശു പറഞ്ഞു, നീ വരിക, എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് പടകിൽ നിന്നിറങ്ങി കടലിന് മീതെ പത്രോസ് നടന്നു പോകുവാൻ ഇടയായി. എന്നാൽ യേശുവിനോട് അടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു കാറ്റ് കണ്ടവൻ ഭയപ്പെടുകയും അവൻ വെള്ളത്തിൽ താണുപോകുവാൻ തുടങ്ങിയപ്പോൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുകയും യേശു കൈനീട്ടി അവനെ പിടിച്ച് വെള്ളത്തിൽ താണുപോകാതെ നിർത്തുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചെല്ലണമെങ്കിൽ അവന് വിശ്വാസമുണ്ടായിരിക്കണം.
ഉറപ്പുള്ള ഒരു വിശ്വാസമായിരിക്കണം. അല്ലാതെ പതറിപ്പോകുന്നതും ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നാം വീണു പോകുന്നവരും അതിൽ കൂടി നമ്മുടെ ജീവിതം തന്നെ പരാജയപ്പെട്ടു പോകുന്നവരും ആകാതിരിക്കണമെങ്കിൽ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് ഉറച്ച വിശ്വാസം ആയിരിക്കണം. മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇന്നലെ വരെ പത്രോസ് നടന്ന വഴിയിൽ കൂടിയല്ല ഇപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നത്. ഇപ്പോൾ പത്രോസ് യേശുവിൻ്റെ വഴി അടുത്തേക്ക് നടന്നു ചെല്ലുന്നത് വെള്ളത്തിൽ കൂടിയാണ്. ഒരു മനുഷ്യനും ജലത്തിൻ്റെ മുകളിൽ കൂടി നടന്നതായി എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ പത്രോസ് ഒരു പുതിയ വഴിയിൽ കൂടിയാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത്. ഏതൊരു മനുഷ്യനാണെങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ വഴികളിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇന്നലകളിൽ കൂടി ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. അങ്ങനെ കഴിയണമെങ്കിൽ ഒരു മനുഷ്യനും സാധ്യമായിരുന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതാണ് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ യേശു ഇപ്രകാരം പറയുവാനിടയായി, ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് മരിച്ചവരും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാൻ യേശു വീണ്ടും വരാറായി എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ന് ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ നാം പുതിയ മനുഷ്യരാകണം, പുതിയ സൃഷ്ടിയാകണം. പുതിയ വഴിയിൽ കൂടി നാം നടന്ന് ആ വിശ്വാസത്തോടെ, ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ, മലിനമല്ലാത്ത ഒരു നല്ല വെടിപ്പായ ഒരു ഹൃദയമുള്ളവരായിട്ട് തന്നെ വേണം നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ. കാരണം ദൈവം വിശുദ്ധനാണ്. അശുദ്ധമായിട്ടുള്ളതൊന്നും ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധരാക്കാനും വിശുദ്ധരുടെ പട്ടികയിലേക്ക് നമ്മുടെ പേര് എഴുതി ചേർക്കുവാനുമാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ഒരു മനുഷ്യനും അവനിലുള്ള പാപത്തെ സ്വയം കഴുകിക്കളഞ്ഞ് അവന് പാപമുക്തി വരുത്തുവാനോ ഹൃദയശുദ്ധി വരുത്തുവാനോ ഒരു മനുഷ്യനും കഴിയുകയില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ രക്തം നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനായി, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ ഒഴുക്കിയത്. ആ രക്തത്തിൽ കഴുകപ്പെടുന്നവർ, അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ യോഗ്യത നേടിയവൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആയതിനാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ അവരോട് കൂടെ എടുക്കപ്പെടുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി തന്നെ ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളുടെ ഹൃദയങ്ങളെ യേശുക്രിസ്തുവിനായി സമർപ്പിക്കുകയും കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവിൽ അവനോട് കൂടെ നാം എടുക്കപ്പെടുവാൻ ഒരുക്കമുള്ളവരുമായി ഇരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. തിരുവചനം കേട്ട സകല മനുഷ്യരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഇത്ര സമയമേ ഉള്ളൂ.
ആ